നമസ്കാരം. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. പകരം നമ്മൾ തറവാട്ടിലെ പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കാൻ പ്രധാനമായിട്ട് ഒരു കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ജാതിക്ക കൊണ്ടുള്ള ഒരു ചമ്മന്തിയുടെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ നിറയെ കമന്റ്സ് ആണ്. ഈ ഫ്രഷ് ആയിട്ടുള്ള ജാതിക്ക കിട്ടാനില്ല, അതുകൊണ്ട് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റില്ല, ചെയ്ത് നോക്കണം എന്നുണ്ട്, പക്ഷേ ഡ്രൈ ജാതിക്ക കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഈ ജാതിക്ക എവിടെയാണ് ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് തൊടിയിലൊക്കെ വെറുതെ വീണ് പോണ സാധനമാണ്. നമുക്കതിനൊരു വിലയില്ല. അതിന്റെ വില മനസ്സിലാവണത് ഇതുപോലത്തെ കമന്റ്സ് കാണുമ്പോഴാണ്. അപ്പൊ എനിക്ക് തോന്നി ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ പുറമെ ഉള്ളവരായിരിക്കും, ജാതിക്ക ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ മിക്കവാറും ഇവിടെ നമ്മുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും എന്താണോ പറമ്പിലുള്ളത് അത് നമ്മൾ കണ്ണിൽ കാണുന്നത് എടുക്കും. അത് വെച്ചിട്ട് എന്ത് വെറൈറ്റി റെസിപ്പി ചെയ്യാമെന്ന് നോക്കും. അത് ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വിഭവങ്ങളും ഇന്ന് അധികം ആർക്കും അറിയാത്തതൊക്കെ തേടി പിടിച്ച് ചെയ്യും. ഇതാണ് എൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നത്. ഇപ്പൊ ചുരക്ക കൊണ്ടുള്ള ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ ചുരക്ക പൊട്ടിക്കണതും പറിക്കണതും ഒക്കെ കാണിക്കാതിരിക്കണം. എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കും ഇതിപ്പോ വീഡിയോയുടെ ലെങ്ത് കൂടുക, അല്ലാണ്ട് ഇതൊക്കെ ഇപ്പൊ ആരാ കാണാത്തെ, ഇതൊക്കെ ഇപ്പൊ ആർക്കാ അറിയാത്തെ. ജാതിക്ക ചെയ്യുമ്പോൾ പോലും ഞാൻ വിചാരിച്ചത് അങ്ങനെയാ. പക്ഷെ അതിന്റെ താഴെയുള്ള കമന്റ്സ് കാണുമ്പോഴാണ് ഈശ്വര, നിറയെ പേർക്ക് ജാതിക്ക ഒന്നും പറമ്പിൽ ഇല്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ ജാതിക്ക ഫ്രഷ് ആയിട്ടുള്ളത് എന്താണെന്ന് അറിയാത്തവരുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായത് ആ സമയത്താണ് കേട്ടോ. അപ്പൊ പിന്നെ ഇവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ പറിക്കാൻ പോണത് ചാമ്പക്കയാണ്. ചാമ്പക്ക എന്ന് പറയുമ്പോഴേ നല്ല ചുവന്ന ആപ്പിൾ ചാമ്പ. വലിയ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ കാണുമ്പോൾ നല്ല റെഡിഷ് കളറായിരിക്കും ചെയ്യും. വലിപ്പം ഇങ്ങനെ മൂക്കും തോറും നല്ല വലിപ്പം വെച്ച് വരികയും ചെയ്യും. അപ്പൊ ഇത് വെറുതെ കഴിക്കൊന്നുമല്ല. ഈ ചാമ്പയ്ക്ക കൊണ്ട് ധാരാളം ധാരാളം റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് പറയണ പോലെ മുത്തശ്ശിയുടെ കാലം മുതൽക്ക് നമ്മൾ തുടങ്ങിയതാണ്. ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ മുത്തശ്ശിയാണ് കൊടവന്റെ ഇല വെച്ചിട്ടും അങ്ങനെ പലതരം നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നതും അത് നമ്മൾ വീഡിയോ ചെയ്തതും അങ്ങനെയാണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ടായതും. അപ്പൊ തീർച്ചയായിട്ടും പഴയ ആൾക്കാരോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയും ചെയ്യണത്. കുറെ പേരിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, അവര് ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച് അതിനനുസരിച്ച് വാങ്ങിച്ചിട്ടൊക്കെയാണ് യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇതുപോലെ ഇങ്ങനെ തൊടി കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ കാണുന്നത് നമ്മൾ പറിച്ചെടുക്കും. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാന്ന് വിചാരിക്കും. അതാണ് എൻ്റെ കാര്യത്തിലുള്ളൂ. അല്ലാതെ ഒരുപാട് ചെലവുള്ള സാധനങ്ങൾ വെച്ചിട്ടൊന്നും ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അത് തന്നെയാണ് ഞാൻ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്തെ എനിക്ക് ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, കേക്ക് ബേക്ക് ചെയ്യാതെയും പിസയും ബർഗറും ഒന്നും ഉണ്ടാക്കാതെയും ശ്രീ ചേച്ചി 1,00,000 ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ആണത്. വളരെ സത്യമാണ്. വെറുതെ ഇതുപോലെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലും പച്ചടിയോ കിച്ചടിയോ തനി നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു 6 വർഷമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്കുള്ള സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നാടൻ വിഭവങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ പറമ്പില് എന്താ പറയാ, ഈശ്വരാധീനം കൊണ്ട് തന്നെ ഇപ്പൊ അത്യാവശ്യം എല്ലാം ഉണ്ട്. കടയിൽ നിന്ന് മേടിക്കാനായിട്ട് സവോളയും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ തന്നെ വേണ്ടി വരുള്ളൂ. ബാക്കി കുമ്പളങ്ങ, മത്തങ്ങ, കാച്ചില്, ചേന, ചേമ്പ്, ഇടിയഞ്ചക്ക, മാവ്, പ്ലാവ്, പാവലം എന്ന് വേണ്ട ഒരു വിധം വഴുതനങ്ങ, ചുരക്ക, ഇങ്ങനെ ചീര, മുരിങ്ങയുടെ ഇല, നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ മുരിങ്ങയുടെ ഇല കൊണ്ടാണെങ്കിൽ ചീരയുടെ ഇല കൊണ്ടാണെങ്കിലും ഒരു തോരനും അല്ലെങ്കിൽ ഒരു എരിശ്ശേരിയോ മുളകോശിയോ ഒക്കെ ഉള്ളതിന് ഉപരിയായിട്ട് നമുക്ക് ഇതുകൊണ്ട് ചട്നിപ്പൊടി ഉണ്ടാക്കാം, ദോശപ്പൊടി ഉണ്ടാക്കാം, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം, ഇങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ടാക്കാം. ഇതൊക്കെ ഞാൻ പതുക്കെ 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 ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യും. ഇനിയും നമ്മുടെ ചാനലിൽ ഇത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ പറിക്കണതും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇതുവരെ എനിക്ക് അറിയുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് കാണാൻ ആഗ്രഹമുള്ളവരുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പൊ മാത്രമാണ് മനസ്സിലായിട്ടുള്ളൂ. പിന്നെ ഇപ്പോ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസണാണ്. ഇനി വിഷു വരികയാണ്. അപ്പൊ വിഷുവിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ കടുമാങ്ങ ഇടാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ കടുമാങ്ങ ഇടണം, ഉണക്കുമാങ്ങ, എരിമാങ്ങ, അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ കായോണ്ട്, ഈ കായ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കായോണ്ട് കായ പെരളൻ അല്ലെങ്കിൽ കായ വട്ടം, കായത്തൊലി കൊണ്ട് പോലും കായത്തൊലി കൊണ്ടാട്ടം, കായയും പരിപ്പും നമ്മൾ കല്യാണത്തലേന്ന് ഉണ്ടാക്കണ തോരൻ, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടമുളകാണ്. ഉടംകൊല്ലിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല എരിവുള്ള മുളകാണ്. അതുപോലെ ഒരു പ്രത്യേക വാസനയുണ്ട്, രുചിയുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞാൽ പ്രത്യേക രുചിയും വാസനയൊക്കെയാണ് കേട്ടോ. ഇതിന്റെ പേരെന്താ, നമ്മളിവിടെ ഇതിനെ ഉണ്ടമുളക് എന്നാണ് പറയുക. ഒരെണ്ണൊക്കെ മതി, നല്ല എരിവുണ്ടായിരിക്കും. പിന്നെ ഈ സ്ഥലം ധാരാളം ഉള്ളവർക്കും അതുപോലെ നന നല്ലോണം വേണം. പ്രത്യേകിച്ച് വേനൽക്കാലം ആകുമ്പോൾ
വെള്ളം നല്ലോണം വേണം. വെള്ളത്തിന് ക്ഷാമമില്ലാത്തവർക്കൊക്കെ തന്നെയാണ് ഇതുപോലെയൊക്കെ കൃഷി ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ ഇത് ചെയ്യാൻ പറ്റാത്തത് ഒരിക്കലും ഒരു കുറ്റമായിട്ട് ഞാൻ പറയില്ല കേട്ടോ. കാരണം പോസിബിൾ ആയിട്ടുള്ളവർ ചെയ്യട്ടെ, അല്ലാത്തവർക്ക് ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കണോണ്ട് യാതൊരു തെറ്റുമില്ല. എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറമ്പ് ഉണ്ടാവണമെന്നില്ല, കൃഷിക്ക് വെള്ളം ഉണ്ടാവണമെന്നില്ല. ഇത് ഈ ചുരക്ക കൊണ്ടാണ് ഞാൻ നമ്മുടെ ഒരു ലഞ്ച് മെനു ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലഞ്ച് മെനുവില് അന്നത്തെ എല്ലാ വിഭവങ്ങളും ചുരക്ക വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ ചുരക്ക ധാരാളം ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയപ്പോ ഇളം ചുരക്ക വെച്ചിട്ട് ഞാൻ അത് തേങ്ങയില്ലാതെ ഒരു ചമ്മന്തി അരക്കണത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചുരക്ക വെച്ചിട്ട് ഒരു നല്ല സ്വാദുള്ള ഒരു കൂട്ടാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചുരക്ക കണ്ടില്ലേ, വലിയ ചുരക്കയാണ്. ഏകദേശം ഒരു 4-5 കിലോ ഇതിന് മാത്രം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ വിത്ത് എടുത്തിട്ട് ഇത് കഴിയാറാവുമ്പോഴേക്കും അടുത്തത് പാവും. പിന്നെ ഇടിയൻ ചക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇടിയൻ ചക്ക തോരൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇടിയൻ ചക്ക കൊണ്ട് നല്ല അച്ചാർ, അതായത് പിക്കിൾ ഉണ്ടാക്കണത് എങ്ങനെയാന്നുള്ളത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സീസണൽ ആയതുകൊണ്ട് തന്നെ ഇനിയും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇത് അശോകച്ചെത്തിയാണ്. അശോകച്ചെത്തി എന്ന് പറഞ്ഞ ഈ ഒരു പൂവിന്റെ ഗുണങ്ങള് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന്റെ. ഈ ഒരു മരത്തിന്റെ തോലിനും ഉണ്ട്. എണ്ണ കാച്ചുമ്പോഴൊക്കെ ഇതിന്റെ എന്താ പറയാ തോല് ചെത്തിയിട്ട് എണ്ണ കാച്ചും. പിന്നെ ഈ പൂ കൊണ്ട് തോരൻ വെക്കും, ഹൽവ ഉണ്ടാക്കും, പിന്നെ ചമ്മന്തി അരയ്ക്കും, ചട്നി അരയ്ക്കും. അത്രയും ഗുണങ്ങളുണ്ട്. ഇത് മുത്തശ്ശി പറഞ്ഞു തന്നിട്ട് അശോക ചെത്തി കൊണ്ടുള്ള ഒരു തോരൻ ഞാൻ വളരെ പഴയ വീഡിയോയില് എത്രയോ കൊല്ലം മുമ്പ്, എനിക്ക് 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനൽ തുടങ്ങണ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിറയെ അശോകച്ചെത്തി പൂത്തിട്ടുണ്ട്. പറ്റാവുന്നത് പോലെ അശോകച്ചെത്തി കൊണ്ടുള്ള വിഭവങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ വെള്ളക്കാന്താരി അത് നിറയെ ആയിട്ടുണ്ട്. ഈ കാന്താരി കുത്തി ഉപ്പ് നിറച്ച് തൈരില്ലാതെ എണ്ണയിൽ വറുത്തെടുത്ത് അത് ചോറിന്റെ കൂടെ കൂട്ടി ഉണ്ണാനായിട്ട് നല്ല സ്വാദാണ്. ദോശയ്ക്കും അല്ലെങ്കിൽ ഇഡ്ലിക്കും ഒക്കെ ഇതുപോലെ കാന്താരി മുളക് ഇങ്ങനെ നിറച്ചിട്ട് എന്താ പറയാ വറുത്ത് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല സ്വാദാണ്. അങ്ങനെ ഏകദേശം ചീര, മുരിങ്ങയുടെ ഇല, ഇടിയൻ ചക്ക, പച്ചപ്പപ്പായ, വെണ്ടയ്ക്ക, പാവലം, ഇതെല്ലാം നമുക്ക് ചുരക്ക, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇതിന്റെ നിറയെ റെസിപ്പീസ് ഉണ്ടായിരിക്കും. അപ്പൊ വൈകുന്നേരം നേരത്തെ ഇതുപോലെ തൊടിയും പറമ്പൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരു രസമാണ്. ഇപ്പൊ കുട്ടികള് ചെരുപ്പിടാതെ നടക്കണേന്, അല്ലെങ്കിൽ ചളിയിൽ കളിക്കണേന്, വെള്ളത്തിന് കളിക്കണേന്, ഇതിനൊക്കെ ചിലപ്പോൾ ചില പാരൻസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവിടെ ഒരാൾ കുറുമ്പ് കാണിച്ച് സൈക്കിളുമേന്ന് വീണു, പക്ഷെ അതൊട്ടും അറിയാത്ത രീതിയിൽ അതിനെയും ഒരു പോസാക്കി എടുത്തു. ഇവിടെ അങ്ങനെ ചെരുപ്പില്ലാതെ നടക്കണേനോ കളിക്കണേനോ ചിലപ്പോൾ ഓടുമ്പോൾ ചളിയിൽ വീഴണേനോ ഒന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പില്ല. കാരണം അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾക്ക് ഒരുപാട് സെൻസിറ്റീവ് ഇഷ്യൂ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്ത് ചെളിയിലൊക്കെ ഇറക്കാതെ നടക്കുന്ന കുട്ടികൾക്ക് അവസാനം ഒരു ഇത്തിരി ചെളി മേലാവുമ്പോഴേക്കും അവർക്കത് തുടച്ച് കളയണം. ഈ OCD പോലത്തെ കാര്യങ്ങള് അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ടും കുട്ടികളിൽ വരാൻ കാരണം തന്നെ അവരെ കൂടുതൽ പ്രകൃതിയുമായിട്ട് നമ്മൾ ഇണക്കി ചേർത്ത് വളർത്താത്തതുകൊണ്ട് തന്നെയാണ്. പറ്റാത്തവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണേ. പറ്റുന്ന ആൾക്കാർക്ക് ഇതുപോലെ അവരുണ്ടെങ്കിൽ അവർ ഇറങ്ങി നടക്കട്ടെ. ഇപ്പൊ ഇവിടെ വൈകുന്നേരം ആയ തറവാട്ടിൽ പോവുക എന്നുള്ളത് അവരുടെ ഒരു ശീലാണ്. സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം പോവുക. പിന്നെ ഈ സ്കേറ്റിങ്ങിന്റെ എന്താ പറയാ ഫുൾ സെറ്റ് ഒന്നും കണ്ടിട്ട് വിചാരിക്കരുത്. ഇത് സമന്വയുടെയാണ്. പക്ഷെ സമന്വയ്ക്ക് സ്കേറ്റിംഗ് അറിയില്ല. അപ്പൊ അത് ഇരുന്ന് നിരക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. പരമാവധി കുട്ടികളൊക്കെ കളിച്ച് വളരട്ടെ, പ്രകൃതിയോട് ഇണങ്ങി മണ്ണിനെ അറിഞ്ഞു തന്നെ ജീവിക്കട്ടെ. പറ്റാവുന്ന പോലെ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം കേട്ടോ. ബൈ.